ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇടുന്ന രണ്ട് ടൈപ്പ് ജോബ് വേക്കൻസികളാണ്. ഒന്ന്, നമ്മൾ ത്രൂ പോകുന്ന ജോബ് വേക്കൻസികളുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ജോബ് വേക്കൻസികളുണ്ട്. അങ്ങനെ രണ്ട് കാറ്റഗറി പെടുത്തിയിട്ടാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടാറുള്ളത്. ഒട്ടനവധി ജോബ് വേക്കൻസികളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സാലറിയും, അതല്ല ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സാലറി ആയിരിക്കും ഉണ്ടാകുക. പിന്നെ അതേപോലെ തന്നെ യു എയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അറിയിക്കുന്ന യു എയിലെ ജോബ് വേക്കൻസികളാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത്, കണക്ഷൻസ് ഉള്ളത് നമുക്ക് യു എയിലാണ്. കാരണം ഞാൻ ഇത്ര നാളും വർക്ക് ചെയ്തതും അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോബ് വേക്കൻസികൾ യു എയിലെ മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഒരു പുതിയതായിട്ട് പോകുന്ന ഒരാൾക്ക് ഏറ്റവും സുഗമമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം, കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രാജ്യം, നല്ല ഫ്രീഡം ഉള്ള രാജ്യം, അതേപോലെ തന്നെ നമുക്കൊരു ആവശ്യമായിട്ട് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ളത് എനിക്കൊക്കെ യു എയിൽ ജോബ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നതാണ്. അറബിക് കൺട്രികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, GCCയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മാറാൻ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും ഭാഷ, നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഈ ഭാഷ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവും. അതേപോലെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ജോബിനാണെങ്കിലും, അപ്പോൾ അതിന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല രാജ്യം യു എ തന്നെയാണ്. കാരണം ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഞാൻ സൗദിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നത് യു എ തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോബ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയും ആളുകൾ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ പോകുന്നു, ആർക്കും ജോബ് കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതിനുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ റെക്കമെൻഡ് വഴിയാണ് നമ്മൾ ജോബിന് ജോയിൻ ചെയ്യിക്കാറുള്ളത്. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരാളുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒരാളെ ജോബിനാക്കി കൊടുക്കുന്നതും സ്വന്തം നമ്മൾ പോയിട്ടൊരു ജോബിന് കയറുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവിടെ വിസകൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ജോബ് വിസകൾ ഫ്രീ ആയിട്ടാണ് കിട്ടുക. കൂടുതൽ സ്ഥാപനങ്ങളും ജോബ് വിസകൾ ഫ്രീ ആയിട്ടാണ് അടിച്ചു കൊടുക്കുക. അതിന് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ ചിലവുണ്ട്. അപ്പോൾ ഒരു 6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ആ വിസ ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു ജോബ് അന്വേഷിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് ചെല്ലുന്ന ഒരാൾ അവർക്ക് ജോബ് കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാകുന്നത്. അതേപോലെ തന്നെ പിന്നെ യു എൻ്റെ 1-2 ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അവിടെ ഒരു ജോബ് വിസയിൽ കയറി, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണ്, ഇനി ബൈ ചാൻസ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ യു എ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി അത് ഡബിൾ ആവും. കാരണം നമുക്ക് ആ ഡ്രൈവർ ജോബിനാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നമുക്ക് 2500 ദിർഹംസും വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷനും കൂടി നമുക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയ സാലറിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ നമ്മൾ ഫ്രഷറായിട്ട് ഇവിടുന്ന് പോകുന്ന ഒരാൾക്ക് സ്വന്തം നിലയ്ക്ക്, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ID കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് സ്വന്തമായി ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ലൈസൻസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ സാലറി ഡബിൾ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട് താനും. അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ ജോബ് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഈ MBA കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ജോബുകൾ കിട്ടാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സ്ഥാപനത്തിന് ഒരു HR ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ HR എന്ന് പറഞ്ഞാൽ അവിടെ യു എയിലുള്ളവർ തന്നെ സ്വന്തം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ യു എ അല്ലെങ്കിൽ മറ്റ് GCCയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. ഒന്നാമത് നമ്മുടെ ലാംഗ്വേജ് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മളിവിടെ ആകെ പഠിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്, നമ്മുടെ മലയാളം അല്ലാതെ. ഇപ്പോൾ വരുന്ന പുതിയ പിള്ളേർക്ക് മലയാളം ചിലപ്പോൾ അറിയലുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ഇംഗ്ലീഷാണ് എല്ലാവരും കൂടുതൽ പഠിക്കുക. പക്ഷേ അവിടെ ഇംഗ്ലീഷ് കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് സത്യം. അതായത് 90% കമ്പനികളിലും കൂടുതലും ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പാകിസ്ഥാൻ ബേസ്ഡ് ആൾക്കാർ, ഇന്ത്യ ബേസ്ഡ് ആൾക്കാർ, ബംഗ്ലാദേശ് ബേസ്ഡ് ആൾക്കാർ, നേപ്പാൾ ബേസ്ഡ് ആൾക്കാർ, ഇവരൊക്കെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഈ HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റായിട്ട് സ്റ്റാഫുകളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ള പുതിയ ആളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടാൻ സാധ്യത കുറവാകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വിസിറ്റിംഗ് വിസയൊക്കെ പുതുക്കി ലക്ഷങ്ങൾ പോയ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ലക്ഷങ്ങൾ. അതായത് നമുക്കവിടെ അക്കോമഡേഷനും ഫുഡിനും അതേപോലെ നമ്മുടെ വിസിറ്റിംഗ് വിസ റിന്യൂ ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ളത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അതായത് സത്യമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വേണമെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ
ഇത് സത്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു ലോ പ്രൊഫൈൽ സി വിയും കൂടി നിങ്ങൾ കീപ്പ് ചെയ്യുക. അതായത് എന്ത് ജോലി കിട്ടിയാലും, അതായത് മാന്യമായിട്ടുള്ള രീതിയിൽ വലിയ സാലറി ഒന്നും ഇല്ലാതെ നമ്മളൊരു വേറൊരു ജോലിയും കൂടി നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ ആ ജോലിയിൽ നിങ്ങൾ അവിടെ വിസ അടിച്ച് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ജോബിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് മാറും. അപ്പോൾ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഇതും കൂടി നിങ്ങൾക്ക് വരും. അതായത് നമ്മൾ സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ ഒരു രീതിയിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഹൈ ക്വാളിഫിക്കേഷനുള്ള ജോബിലേക്ക് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാവുകയുള്ളൂ. കാരണം നമ്മളൊരിക്കലും വർക്ക് ചെയ്യാണ്ടിരിക്കുന്നില്ല. നമ്മളിപ്പോൾ ജോബ് അന്വേഷിച്ച് പോയി നമ്മുടെ കുറേ മാസങ്ങളും വർഷങ്ങളും കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു വർക്കിൽ നിൽക്കുകയും ചെയ്യാം. ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് രീതിയിലുള്ള ഏത് ഫീൽഡിലുള്ള ഹൈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും അവർ ചോദിക്കുന്നത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയർമാരായിരിക്കും. അപ്പോൾ അവർക്ക് ലൈസൻസ് ഉള്ളവർക്കാണ് കുറച്ചും കൂടി, UAE ലൈസൻസ് ഉള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഹൈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജിലാണ്. കാരണം നിങ്ങൾക്ക് ജോബ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. UAE ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പനിക്ക് ഒരു സ്ഥാപനമുള്ള ചിലപ്പോൾ അബുദാബിയിലായിരിക്കും, അതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് വരുന്നത് ചിലപ്പോൾ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ ഷാർജയിലായിരിക്കും, അജ്മാനിലായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ 7 എമിറേറ്റ്സുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും കമ്പനിക്ക് ഒരു സ്റ്റാഫിനെ നിങ്ങൾക്ക് ഡ്രൈവറായിട്ട് വെച്ച് വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നും എല്ലാ കമ്പനിയിലും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ജോലിയെ അപ്രോച്ച് ചെയ്യാൻ ശരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ജോലിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോയുടെ ജോബ് ഇടുന്ന ആ ഒരു ഭാഗം മുതൽ അതിൻ്റെ തുടക്കം മുതൽ ഉള്ളൊരു ഭാഗം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രീ ജോബ്സ് ഇടുന്നത്. അതെൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ച് നമ്മളെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളിൽ വരുന്ന, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ ഞാൻ നമ്മുടെ വീഡിയോസ് വഴിയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ സ്വമേധയാ നോക്കിയിട്ട്, എനിക്ക് നേരിട്ട് പരിചയമുള്ളതല്ല, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതിനൊന്നും എല്ലാത്തിനും നമുക്ക് കോൾ ചെയ്തിട്ടൊന്നും ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെ വേക്കൻസി ഉണ്ടോ എന്ന് പോലും നമുക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാനൽ ഇടാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ ഫില്ലായിട്ടുണ്ടാവും, 8 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഫില്ലായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ അത് വന്ന് കിടക്കുന്നതാണ്. ഒരുപാട് നാളായിട്ടല്ല, ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്തുള്ള ജോബ് വേക്കൻസികൾ മാത്രമേ ഇടാറുള്ളൂ. ഒരുപാട് പഴയതൊന്നും ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ചാനൽ വഴി ഇടാറില്ല. കാരണം ആ വേക്കൻസീസ് ഫുള്ളാവുമെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രീ ജോബ്സ് ഇടുന്നത്. അങ്ങനെ 2 കാറ്റഗറി പെട്ടിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് 2 രീതിയിലും അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും, അതേപോലെ വിസിറ്റിംഗ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ ജോബിന് നിങ്ങൾക്ക് അവിടെ ആക്കി തരുന്നുണ്ട്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റാത്ത, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തിരക്കാണ്, അതുകൊണ്ടാണ് സത്യത്തിൽ. അതേപോലെ തന്നെ നമുക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി CV അയക്കാം. നമുക്ക് ഓരോ വ്യക്തികളെയും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ആ CV എടുത്ത് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു വ്യക്തിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട ജോബ് വേക്കൻസി അവർ തരുന്ന CV നമ്മൾ അയച്ചു കൊടുത്ത് ജോബ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അടുത്ത ആളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പോകാറുള്ളൂ. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ആരും അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. പിന്നെ ഒരുപാട് CV വാട്സപ്പ് വഴി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി ഹാങ് ആവുകയാണ്. കാരണം CV എന്ന് പറയുന്നത് ചില CV ഒക്കെ 2-3 MB ഒക്കെ ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാ വീഡിയോസിനും തന്നെ മിക്കപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, CV നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും കുടുംബത്തിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരാഴ്ചത്തോളം ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചുവിട്ട നാട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. ഇനി അടുത്ത ആഴ്ച വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അതേപോലെ ഈ വരുന്ന ശനിയും ഞായറും ലീവാണ് ഓഫീസ്. ഒരു പ്രത്യേക കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റാഫൊക്കെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിയാഴ്ച ഞായറാഴ്ചയും ഓഫീസിന് ലീവായിരിക്കും. ഓക്കെ ബൈ, താങ്ക് യു.